ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റാണ്. രാജ്യത്തെ 10% പോപ്പുലേഷൻ ആർമിയെ കൺട്രോൾ ചെയ്യുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്. അതായത് ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു റാലിയിലാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത്. 10% ഇന്ത്യയുടെ പോപ്പുലേഷൻ ആർമിയെ കൺട്രോൾ ചെയ്യുന്നു, ബ്യൂറോക്രസി കൺട്രോൾ ചെയ്യുന്നു, ജുഡീഷ്യറിയെ കൺട്രോൾ ചെയ്യുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. 90% രാജ്യത്തെ ആളുകളും ബാക്ക്വേർഡ് ക്ലാസ് ആണ്, ദളിതാണ്, ST ആണ്, മൈനോറിറ്റി ആണ്. 10% അത്രേ ഇന്ത്യയുടെ ജുഡീഷ്യറിയും ആർമിയും അതുപോലെ തന്നെ ബ്യൂറോക്രസിയും കൺട്രോൾ ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ ഇതിനകത്ത് രാഷ്ട്രീയം പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് ആര് ഭരിച്ചാലും നമ്മുടെ രാജ്യം വളരണം എന്നുള്ളതാണ് ആഗ്രഹം. നമ്മുടെ രാജ്യം ലോകത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറണം. 1600 വരെയൊക്കെ ലോകത്തെ ടോട്ടൽ GDPയുടെ 25-35% ഇന്ത്യയിലായിരുന്നു. ഏകദേശം 1200 വരെ ഭൂമിയിലെ സ്വർഗം പോലെ വികസിതവും സമ്പന്നവുമായിരുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഈ രാജ്യം. നാട്ടുരാജ്യങ്ങളും മഹാസാമ്രാജ്യങ്ങളുമായിട്ട് ലോകത്തെ സമ്പന്നതയുടെ കൊടുമുടിയിൽ നിന്നിട്ടുള്ള ഒരു ചരിത്രം നമുക്കുണ്ട്. അതായത് ഇന്നത്തെ അമേരിക്ക, ഇന്ന് അമേരിക്കയ്ക്ക് ഉള്ള ഒരു സോക്കോൾഡ് വേൾഡ് പവർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ എക്കണോമിക്കൽ പവർ ഉണ്ടല്ലോ, അതിൻ്റെ പല മടങ്ങ് മുന്നിലായിരുന്നു ഒരു ഒരു 600-700 വർഷം മുമ്പ് വരെയും നമ്മുടെ ഇന്ത്യ. അപ്പോൾ ബ്രിട്ടീഷുകാർ വന്നതോടെയാണ് തീരെ നമ്മുടെ ഇന്ത്യ എക്കണോമിക്കലിയൊക്കെ ഒരുപാട് പുറകിലേക്ക് പോയത്. മുഗളന്മാരുടെ കാലത്ത് വരെ നമ്മൾ അത്യാവശ്യം സമ്പന്നമായിരുന്നൊരു രാജ്യമാണ്. സോ അങ്ങനത്തെ ഒരു ചരിത്രമുള്ള നമ്മുടെ രാജ്യം ഇനിയും ലോകത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറണമെന്നാണ് വ്യക്തിപരമായിട്ട് ആഗ്രഹം. അപ്പം അതുകൊണ്ട് BJP ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും മോദി വന്നാലും രാഹുൽ ഗാന്ധി വന്നാലും അവർ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരും ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരുമാണെങ്കിൽ ഉറപ്പായും സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് രാജ്യമെന്നും രാജ്യത്തിൻ്റെ വളർച്ചയെന്നും പുരോഗതിയെന്നും ഒക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഇവിടെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ ഈ പറയുന്ന ഓരോ സ്റ്റേറ്റ്മെന്റുകളും നമ്മുടെ രാജ്യത്തിൻ്റെ ഹൃദയത്തെ വെട്ടിമുറിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയുന്നില്ല. കാരണം ഇദ്ദേഹം ആർമിയെ വരെ തൊട്ട് കളിക്കുകയാണ്. ആർമിയിൽ വരെ അദ്ദേഹം ജാതി കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് മനസ്സിലായോ? രാജ്യത്തെ ടോട്ടൽ പോപ്പുലേഷൻ്റെ 10% എന്ത് ചെയ്യാണ്? അവർക്കാണ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത്. അവർ കോർപ്പറേറ്റ് സെക്ടർ ഭരിക്കുന്നു, ബ്യൂറോക്രസി ഭരിക്കുന്നു, ജുഡീഷ്യറിയെ കൺട്രോൾ ചെയ്യുന്നു, ഈവൻ ആർമിയെ പോലും അവർ കൺട്രോൾ ചെയ്യുകയാണ്. ബാക്കി 90%വും ഇപ്പോഴും ബാക്ക്വേർഡ് ക്ലാസ് ആണ്, ദളിതാണ്, ST ആണ്, മൈനോറിറ്റി ആണെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എപ്പോഴാണ്? 1947. ആരാണ് പ്രധാനമന്ത്രിയായത്? ജവഹർലാൽ നെഹ്റു. അതാരാണ്? രാഹുൽ ഗാന്ധിയുടെ മുത്തച്ഛനാണ്. ഏകദേശം 10-20 വർഷക്കാലത്തിനടുത്തോ 15-18 വർഷത്തോളം അദ്ദേഹം ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു തുടർച്ചയായിട്ട്. അത് കഴിഞ്ഞും ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരായിട്ട് സേവനമനുഷ്ഠിച്ചത് ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി എന്നിവരൊക്കെയാണ്. ഇവരൊക്കെ ആരാണ്? ഒന്ന് രാഹുൽ ഗാന്ധിയുടെ അമ്മുമ്മയാണ്, ഒന്ന് രാഹുൽ ഗാന്ധിയുടെ അച്ഛനാണ്. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ 2014 വരെ ഇന്ത്യ ഭരിച്ചത് ആരാണ്? രാഹുൽ ഗാന്ധിയുടെ തന്നെ സ്വന്തം പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ കൺട്രോൾ ചെയ്തിരുന്ന ഒരു ഭരണകൂടമാണ് ഉണ്ടായിരുന്നത്. സോണിയാഗാന്ധി കൺട്രോൾ ചെയ്തിരുന്ന മൻമോഹൻ സിംഗിൻ്റെ ഭരണകൂടമാണ് 2004 മുതൽ 2014 വരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. 1999-നും 2004-നും ഇടയിൽ അടൽ ബിഹാരി വാജ്പേയി വന്നു എന്നുള്ളതും ഈ നരസിംഹറാവുവിൻ്റെ ഭരണത്തിന് ശേഷം കുറച്ചു കാലം കൂട്ടുകക്ഷി സർക്കാരുകൾ മാറി മാറി വന്നു എന്നുള്ളതും രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം കുറച്ചുനാൾ അതുപോലുള്ളൊരു പ്രതിസന്ധി ഉണ്ടായി എന്നുള്ളതുമൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ പ്രായം, അതായത് ഈ പുതിയ റിപ്പബ്ലിക് ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യ, 1947 ജന്മം കൊണ്ട ഇന്നത്തെ ഇന്ത്യ, അതിന് മുന്നേയും ഇന്ത്യ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ഇന്ത്യയുടെ പ്രായം നമ്മളെടുത്താൽ 78 വയസ്സാണ് പ്രായമെങ്കിലും ഇതിൽ 54 വർഷം ഈ രാജ്യം തുടർച്ചയായിട്ടോ അല്ലാതെയോ ഭരിച്ചത് കോൺഗ്രസ് ആണ്. ജവഹർലാൽ നെഹ്റു 17 വർഷം, ലാൽ ബഹദൂർ ശാസ്ത്രി 2 വർഷം, ഇന്ദിരാഗാന്ധി 11+4 ഏകദേശം 15 വർഷം, രാജീവ് ഗാന്ധി 5 വർഷം, നരസിംഹറാവു 5 വർഷം, മൻമോഹൻ സിംഗ് 10 വർഷം. അങ്ങനെ 54 വർഷം 78 വയസ്സ് പ്രായമുള്ള നമ്മുടെ രാജ്യം ഭരിച്ചത് കോൺഗ്രസ് ആണ്. ഈ 2014 വരെ അവർ അധികാരത്തിലിരുന്നു. ഇപ്പോൾ മോദി വന്നിട്ട് 10 വർഷമായി. ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത് ഈ 10 വർഷം മുമ്പ് വരെ ഇന്ത്യയിലെ ബ്യൂറോക്രസിയിൽ 90%, അതായത് ഇപ്പോൾ അദ്ദേഹം 90% അല്ല 10% ഭരിക്കുന്നു എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ 2014 വരെ അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ രാജ്യത്തെ ബ്യൂറോക്രസി ഭരിച്ചിരുന്നത് ഈ ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാരും, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറയുന്ന സോ കോൾഡ് ബാക്ക്വേർഡ് ക്ലാസസും ദളിതും STയും ഒക്കെ ആയിരുന്നു അല്ലേ? അല്ലെങ്കിൽ ഈ 10 വർഷം മുമ്പ് വരെ
മിലിറ്ററി ഭരിച്ചിരുന്നത് ഈ 90%. ഇപ്പൊ മോദി വന്നതിന് ശേഷം ആ 90% എടുത്ത് കളഞ്ഞിട്ട് 10%ന്റെ കയ്യിലേക്ക് മുഴുവൻ കൺട്രോളും എടുത്ത് കൊടുത്തു എന്നാണോ ഇദ്ദേഹം പറയുന്നത്? എന്തൊരു ദുരന്തമാണ് ഈ മനുഷ്യൻ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തൊരു ബാധ്യതയാണ് ഈ രാജ്യത്തിന്. മിലിറ്ററിയിലേക്ക് വരെ ജാതി ചിന്ത കുത്തിക്കയറ്റുകയാണ് അദ്ദേഹം. ദളിതനെന്നും അല്ലെങ്കിൽ ഉയർന്ന ജാതിക്കാരനെന്നും താഴ്ന്ന ജാതിക്കാരനെന്നും ഹിന്ദു എന്നും മുസ്ലിം എന്നും ക്രിസ്ത്യാനി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ബ്രിട്ടീഷുകാർ ഭിന്നിപ്പിച്ച് ഭരിച്ച അതേ തന്ത്രം ഇദ്ദേഹം പയറ്റുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കളും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെ ഭരിച്ചിരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരാത്തത്? ഇവിടുത്തെ മിലിറ്ററി ഉൾപ്പെടെ സകലതിനും തുടക്കമിട്ടത് ഇദ്ദേഹത്തിന്റെ മുതുമുത്തച്ഛനായ ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്തല്ലേ? ഇന്നത്തെ സിസ്റ്റം മുഴുവൻ കൊണ്ടുവന്നത് അവരാണല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് എല്ലാവർക്കും തുല്യതയുള്ള ഒരു സിസ്റ്റം ഇവർ കൊണ്ടുവരാത്തത്? ഇതെല്ലാം സംഭവിച്ചത് കഴിഞ്ഞ 10 വർഷം കൊണ്ടാണോ? എന്തൊരു പച്ച കള്ളമാണ് ഈ മനുഷ്യൻ ഈ രാജ്യത്തോട് പറയുന്നത്. എന്തൊരു അപകടമാണ് ഇദ്ദേഹം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ ഈ വീഡിയോ കാണുന്നതിനകത്ത് കോൺഗ്രസ് നേതാക്കളും കാണും. എനിക്ക് ഭയങ്കര ആശങ്കയാണ് ഇദ്ദേഹത്തിന്റെ ഇതൊക്കെ പ്രവൃത്തി കാണുമ്പോൾ തോന്നുന്നത്. നമ്മുടെ രാജ്യം ഒരു ബംഗ്ലാദേശ് ആവാനോ ഒരു നേപ്പാൾ ആവാനോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ഒരു സിറിയയോ ഇറാഖോ ആവാനായിട്ട് ഒരിക്കലും നമ്മൾ അനുവദിക്കരുത്. ഇദ്ദേഹത്തെ പോലെയുള്ളവരെടുത്ത് ദൂരെ കളഞ്ഞിട്ട് കഴിവും ബുദ്ധിയും ബോധവും രാജ്യസ്നേഹവുമുള്ള ആൾക്കാർ കോൺഗ്രസ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വരണം. ജാതി മത ചിന്തകളൊക്കെ മാറ്റിവെച്ചിട്ട് പ്രയോറിറ്റി രാജ്യത്തിന് കൊടുക്കുന്നവർ. ഈ രാഹുൽ ഗാന്ധി നമ്മുടെ രാജ്യത്തെ ഭിന്നിപ്പിച്ച് ഭരിക്കാനാണ് ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ സ്റ്റേറ്റ്മെന്റുകൾ കാണുമ്പോൾ നമ്മുടെ രാജ്യത്തോട് എന്തെങ്കിലും ഒരു സ്നേഹമോ കൂറോ ആത്മാർത്ഥതയോ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നേയില്ല. അപകടകരമായ രാഷ്ട്രീയം എന്ന് വെച്ചാൽ അധികാരം കിട്ടാൻ വേണ്ടി എന്ത് നാറിയ കളി കളിക്കാനും തനിക്ക് മടിയില്ല എന്നാണ് അദ്ദേഹം ഇതിലൂടെയൊക്കെ പറയാൻ ശ്രമിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ ആർമിയിലേക്ക് വരെ അദ്ദേഹം ഈ ജാതി ചിന്ത കൊണ്ടുപോകുന്ന ആലോചിച്ച് നോക്കൂ. രാജ്യത്തെ പോപ്പുലേഷന്റെ 10% ഈ രാജ്യം ഭരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആരാണ്? ഉയർന്ന ജാതിക്കാരിയായിട്ടുള്ള ഒരാളാണോ നമ്മുടെ പ്രസിഡന്റ്? ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആരാണ്? ബ്രാഹ്മണനാണോ അതോ ഒരു OBC കാരനാണോ? നമ്മുടെ സംസ്ഥാനങ്ങൾ എടുത്തു നോക്കൂ. നമ്മുടെ സംസ്ഥാനങ്ങളെല്ലാം ഭരിക്കുന്നത് ബ്രാഹ്മണന്മാരാണോ അല്ലെങ്കിൽ ഉയർന്ന ജാതിക്കാരാണോ? സോ കോൾഡ് ഉയർന്ന ജാതിക്കാരാണോ? എന്തൊരു മനുഷ്യനാണ് ഇദ്ദേഹം. ജാതിയും മതവും പറഞ്ഞ് നമ്മുടെ രാജ്യത്തെ തമ്മിലടിപ്പിച്ച് അധികാരം പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു 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 ഭീകര സത്വമായിട്ട് എനിക്ക് അദ്ദേഹത്തെ തോന്നുകയാണ്. എനിക്ക് രാഹുൽ ഗാന്ധിയുടെ മുഖം കാണുമ്പോൾ ഭയങ്കര നെഗറ്റീവ് അടിക്കുകയാണ്. കാരണം അദ്ദേഹം അധികാരത്തിൽ വരാൻ വേണ്ടി സ്വീകരിക്കുന്ന വഴികളെന്ന് പറയുന്നത് ലോങ് ടേമിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഹൃദയത്തിൽ മുറിവേൽപ്പിക്കുന്നതാണ്, നമ്മളെ തമ്മിലടിപ്പിക്കുന്നതാണ്. എന്തിനാണ് അദ്ദേഹം എപ്പോഴും ഈ ജാതി പറയുന്നത്? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യനെ കാണുമ്പോൾ ഞാൻ അയാളുടെ ജാതി നോക്കാറില്ല. ഒരു മനുഷ്യൻ്റെ പെരുമാറ്റവും നമ്മളോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനവും അനുസരിച്ചല്ലേ നമ്മൾ ഒരാളോട് പെരുമാറുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ഒരാളെ കണ്ട ഉടനെ തന്നെ എന്താണ് നിന്റെ ജാതി എന്നാണോ ചോദിക്കുന്നത്? അങ്ങനെയാണോ നമ്മൾ ആൾക്കാരെ കാണുകയും പെരുമാറുകയും ചെയ്യുന്നത്? ഏത് ലോകത്ത് ജീവിച്ചുകൊണ്ടാണ് ഇയാൾ ഇത് പറയുന്നത്? വിദ്യാഭ്യാസമില്ലാത്ത അല്ലെങ്കിൽ ഇപ്പോഴും ജാതി ചിന്ത മനസ്സിൽ കൊണ്ടു നടക്കുന്ന കുറെ ആളുകൾ ഈ രാജ്യത്തെ പലയിടങ്ങളിലുമുണ്ട്. അവരുടെ മനസ്സിലേക്ക് വീണ്ടും വിഷം കുത്തിവെക്കുകയല്ലേ ഇദ്ദേഹം ചെയ്യുന്നത്? നിഷ്പക്ഷമായിട്ട് ദയവായി ഓരോരുത്തരും പറയൂ, രാഹുൽ ഗാന്ധിയുടെ ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ നമ്മുടെ രാജ്യത്തിന് ഗുണം ചെയ്യുന്നത് തന്നെയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? മറ്റൊരു വീഡിയോയുമായി വീണ്ടും